ഫിഫ 2026 ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തെ ലഹരിവിരുദ്ധ സന്ദേശമാക്കി മാറ്റി സൊക്രൂസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. കളിയാണ് ലഹരി, ജീവിതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി കേരള പോലീസിന്റെ ലഹരിവിരുദ്ധ തൂഫാൻ വേട്ടയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സ്കൂൾ ഗേറ്റിന് മുൻപിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഫിഫ 2026 ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തെ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് സൊക്രൂസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കേരള പോലീസിന്റെ ലഹരിവിരുദ്ധ തൂഫാൻ വേട്ടയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്കൂൾ ഗേറ്റിന് മുമ്പിൽ വിദ്യാർത്ഥികൾ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കളിയാണ് ലഹരി, ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം. വിവിധ രാജ്യാന്തര ഫുട്ബോൾ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ് കായിക ആവശ്യത്തോടെയാണ് വിദ്യാർത്ഥികൾ പരിപാടികളിൽ പങ്കെടുത്തത്. നാഷണൽ ബോൾ ബാഡ്മിന്റൺ താരവും സൊക്രൂസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ജോഷ്ന ജോൺ വി തൂഫാൻ ഫുട്ബോൾ ക്ലിക്ക് ഓഫ് ചെയ്തുകൊണ്ട് പരിപാടികൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചു. ലഹരിയുടെ കരിനിഴലിൽ നിന്ന് കായിക രംഗത്തിന്റെ വെളിച്ചത്തിലേക്ക് യുവതലമുറ നീങ്ങണമെന്ന സന്ദേശമാണ് ഈ കിക്ക് ഓഫിലൂടെ വിദ്യാർത്ഥികൾ സമൂഹത്തിന് നൽകിയത്. തുടർന്ന് ലഹരിയുടെ ഭീഷണിയും സാമൂഹിക പ്രത്യാഘാതങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നതിനായി വിദ്യാർത്ഥികൾ ആകർഷകമായ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. പിന്നീട് സ്കൂൾ അങ്കണത്തിൽ വിദ്യാർത്ഥികൾ ഒന്നടങ്കം ചേർന്ന് മനുഷ്യ ചങ്ങല തീർത്തു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അനറ്റ് മനുഷ്യ ചങ്ങല ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ലഹരിവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾ റാലി നടത്തി. പ്ലക്കാർഡുകളും ബാനറുകളുമായി നടന്ന റാലി പൊതുജനശ്രദ്ധ ആകർഷിച്ചു. അധ്യാപകരും PTA പ്രതിനിധികളും പരിപാടിക്ക് പൂർണ്ണ പിന്തുണയുമായി പങ്കെടുത്തു. മീഡിയ ടൈം, മാള.